വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന പദപ്രയോഗങ്ങളുടെ ഒരു വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന വാക്കുകൾ, പദങ്ങൾ, അത് വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, അതൊരു ഭരണത്തോട് ബന്ധപ്പെട്ട, ഭരണക്രമത്തോട് ബന്ധപ്പെട്ട വാക്കുകളാണ്. കിങ്ഡം. അപ്പം വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണം ഉണ്ട്, തെയോക്രാറ്റിക് കിങ്ഡം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭരണം. വിശുദ്ധ തിരുവെഴുത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന പദപ്രയോഗങ്ങളാണത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഭരണത്തെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രവചന പുസ്തകങ്ങളിൽ ഒരു രാജാവ് നീതിയോടെ വാഴും, ഇരുമ്പു കോൽ കൊണ്ട് അവരെ മേയിക്കും, സ്ത്രീയുടെ സന്തതി എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് ഒരു ഭരണത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം വരെ ഈ ഭരണത്തോടും ഭരണക്രമത്തോടും ബന്ധപ്പെട്ട പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ, പദങ്ങൾ, ഒന്ന്, അതൊരു ഭരണത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗം കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ അവസാനത്തെ പ്രസംഗം കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചായിരുന്നു. അപ്പോസ്തലന്മാർ ചൂണ്ടിക്കാണിച്ച സന്ദേശങ്ങളൊക്കെ ക്രിസ്തു കേന്ദ്രീകൃത ഭരണത്തെക്കുറിച്ചായിരുന്നു. അപ്പോ അതിനോട് ബന്ധപ്പെട്ട, ഒരു ഭരണത്തോട് ബന്ധപ്പെട്ട പദച്ഛേദനങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അത് കണ്ടുപിടിക്കണം. ധാരാളം പദങ്ങളുണ്ട്. രണ്ടാമത്തെ പദങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത് ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട പദങ്ങളാണ്. ആ കുടുംബത്തോട് ബന്ധപ്പെട്ട പദങ്ങൾ, ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 തലക്കെട്ടുകൾ വരും. ഒന്ന് കൺസാൻജിനിറ്റി, ബ്ലഡ് റിലേഷൻ. 2 അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഗാഠമായ. 3 ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്, ഗാർഹികമായ ബന്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുള്ള പദപ്രയോഗങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് പിതാവ്, പുത്രൻ എന്നുള്ള പദങ്ങൾ വേദപുസ്തകത്തിൽ വരുന്നത്? അത് ബന്ധങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്, ഗാഢതയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റിമസി, അടുപ്പവും ആഴമായ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധമായി വരുന്നത്. ഏറ്റവും വലിയ ബന്ധം, സ്തോത്രം, അത് ബ്ലഡ് റിലേഷൻഷിപ്പാണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സൃഷ്ടിതാവ് എന്ന് പറയാമായിരുന്നു. ദൈവമാര്? നമ്മുടെ സൃഷ്ടിതാവാണ്. നമ്മൾ പ്രോപ്പർ തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 957 നെയിംസ് ഉണ്ട് ദൈവത്തിന്. 957 പേരുകൾ വേദപുസ്തകത്തിലുണ്ട്. ആ പേരുകളെല്ലാം മാനുഷികമായ ബന്ധങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് പദങ്ങൾ പറയുന്നത്. ദൈവമാരാണ്? നമ്മുടെ സൃഷ്ടിതാവ്. ദൈവമാരാണ്? നമ്മെ സംരക്ഷിക്കുന്നവൻ. ദൈവമാരാണ്? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അപ്പം 957 പേരുകൾ ദീർഘമായി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ബന്ധങ്ങളോടുള്ള, മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ബന്ധമാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിന്റെ ഇന്റിമസി. അതുകൊണ്ടാണ് പിതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. പിതാവേ, സ്തോത്രം. അബ്ബ പിതാവേ എന്നാണ് പൗലോസ് ആ പദത്തെ പറയുന്നത്. സ്തോത്രം. അപ്പൊ മൂന്നാമതായിട്ട് വേദപുസ്തകത്തിലെ പദപ്രയോഗങ്ങൾ പഠനത്തിന് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് വരാം. കാരണം പഠിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടും. മൂന്നാമതായിട്ടുള്ള പദങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എക്ലീസിയാസ്റ്റിക് ടേംസ് ആണ്. എക്ലീസിയാസ്റ്റിക് ടേംസ് എന്ന് പറഞ്ഞാൽ ആരാധനയോടും പ്രാർത്ഥനയോടും ഒക്കെ ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ. ധാരാളം പദപ്രയോഗങ്ങൾ ആരാധനയോട് ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളുണ്ട്. എക്ലീസിയാസ്റ്റിക് റിലേഷൻസ് എന്ന് പറയും. അതായത് പാട്ട്, പ്രാർത്ഥന, ആരാധന, ഉപവാസം, യാഗം, പുരോഹിതന്മാർ എന്നൊക്കെ പറയപ്പെടുന്ന പദങ്ങളെ വേർതിരിച്ച് പഠിച്ചാൽ അതെല്ലാം എക്ലീസിയാസ്റ്റിക് ടേംസ് ആണ്.
ആരാധനയോട് ബന്ധപ്പെട്ട വാക്കുകൾ. നാലാമത് എഴുതിയിരിക്കുന്ന വാക്കുകൾ മോറൽ ടെർമിനോളജീസ് ആണ്. മോറൽ ടെർമിനോളജീസ്, ധാർമ്മികതയോട് ബന്ധപ്പെട്ട വാക്കുകൾ. ആദ്യം നമ്മൾ ബൈബിൾ സ്കൂളിലൊക്കെ എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ ഈ പദപ്രയോഗങ്ങൾ നിരത്തി വെച്ച് പഠിപ്പിക്കാറുണ്ട്. ഈ അബ്സല്യൂട്ടിസം, ധാരാളം പദപ്രയോഗങ്ങളുണ്ട്. അബ്സല്യൂട്ടിസം എന്ന് പറഞ്ഞാൽ കേവലവാദം, പരോപകാരം, അതുപോലെ തന്നെ ബെനിഫിഷ്യൻസ്, ഗുണം, കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, മൊറാലിറ്റി, ധാർമ്മികത, ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, റൈറ്റ്സ്, അവകാശങ്ങൾ, വിർച്യൂസ്, ഗുണങ്ങൾ. ഇങ്ങനെ പറയപ്പെടുന്ന, വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ധാരാളം പദപ്രയോഗങ്ങള് മോറൽ ടെർമിനോളജീസ് ആണ്. മൊറാലിറ്റിയോട് ബന്ധപ്പെട്ട, എത്തിക്സിനോട് ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ്. നമ്മൾ ഡിയന്റോളജി എന്ന് പറയുന്ന ഒരു തലക്കെട്ടിലാണ് അത് പഠിപ്പിക്കുന്നത്. ഡിയന്റോളജി വേദപുസ്തകത്തിൽ ഒരു പുസ്തകം മാത്രം എത്തിക്സ് ആണ്. അത് യാക്കോബിന്റെ ലേഖനമാണ്. യാക്കോബിന്റെ ലേഖനം വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം എത്തിക്സ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഡിയന്റോളജി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്പിരിച്വൽ എത്തിക്സ്, പേഴ്സണൽ എത്തിക്സ്, സോഷ്യൽ എത്തിക്സ്, ഈ 3 എത്തിക്സ് നമുക്ക് മിനിമം വേണം. കർത്താവിന്റെ വേലക്കാരായ നാം, വിശ്വാസികളായ നമുക്ക് 3 തരത്തിലുള്ള എത്തിക്സുകൾ നമുക്ക് വേണം. ഇത് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്, വളരെ കുറവാണ്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം വായിക്കണം. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു പുസ്തകം പരിശുദ്ധാത്മാവ് എത്തിക്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം. ധാർമ്മിക മൂല്യം ഉണ്ടായിരിക്കണം. നമുക്കെന്താ ഈ സമൂഹത്തിലെ വില കുറവ്? കേട്ടെ, വിലയുണ്ടെന്ന് നമ്മളൊക്കെ പറഞ്ഞാലും പെന്തക്കോസ്തുകാർ ഒരു സമൂഹത്തിൽ ഇറങ്ങി നിന്നാൽ അല്പം വില കുറവാണ്, അല്ലേ? എല്ലാ ക്രിസ്ത്യൻസിനും ലഭിക്കുന്നത് പോലെ ഒരു വില പെന്തക്കോസ്തുകാർക്ക് ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്നില്ല. അതവരുടെ ആത്മീക ഗുണനിലവാരം കുറഞ്ഞതുകൊണ്ടല്ല, അവർ ആയതുകൊണ്ടല്ല, ആരാധിക്കാത്തവരായതുകൊണ്ടല്ല, ദശാംശം കൊടുക്കാത്തവരായതുകൊണ്ടല്ല. നമുക്ക് സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം, ധാർമ്മിക മൂല്യമുള്ളവരായിരിക്കണം. അപ്പോ പെന്തക്കോസ്തുകാരായ ദൈവദാസിമാരോട്, വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകണമെങ്കിൽ ധാർമ്മിക മൂല്യമുള്ളവരായിരിക്കണം. ഗ്ലിമുലിത്ത് എന്ന് പറയുന്ന ഒരു പഠനം തന്നെ പഴയ നിയമത്തിലുണ്ട്. ഗ്ലിമുലിത്ത് ഹസാദീം എന്ന് പറയും. ഗ്ലിമുലിത്ത് ഹസാദീം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ നിങ്ങൾ ഭൂമിയിലെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ കാര്യം. നിങ്ങൾ എന്താണ്? ഭൂമിയിലെ ഉപ്പാകുന്നു. നമ്മളത് അടുക്കളയിലെ ഉപ്പാകുന്നു എന്നാ പഠിപ്പിക്കുന്നത്. അപ്പൊ അടുക്കളയിൽ ഇരിക്കുന്ന ഉപ്പിന്റെ ഗുണമെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അടുക്കളയിൽ ഇരിക്കുന്ന ഉപ്പ്, അയ്യോ അത് മീനിനകത്തിട്ടാൽ നല്ലതാണ്, പിന്നെ സാധനങ്ങൾ ചീത്തയാകാതിരിക്കാൻ നല്ലതാണ്, ഇതെല്ലാം ആ ഉപ്പിന്റെ, അടുക്കളയിൽ ഇരിക്കുന്ന ഉപ്പിന്റെ ഗുണമാണ് നമ്മൾ പറയുന്നത്. അതല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ ഉപ്പാകണമെന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ ഉപ്പാകണം. അതോ അപ്പൊ സമൂഹത്തിനകത്ത് നമുക്ക് എന്താകാൻ കഴിയണം? ഉപ്പാകാൻ കഴിയണം. ഗ്ലിമുലിത്ത് ഹസാദീം, മോറൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. കർത്താവിനെ ഫോളോ ചെയ്യുന്ന, അനുകരിക്കുന്ന എല്ലാവർക്കും ആത്മീക ഗുണമുള്ളതുപോലെ തന്നെ ധാർമ്മിക ഗുണവും ഉണ്ടായിരിക്കണം. ഒരുപോലെ ഉണ്ടാകണം. ധനത്തിന്റെ വിനിയോഗം അതിൻ്റെ അകത്ത് പെടുന്നതാണ്, അല്ലേ? ധനം ഒരിക്കലും തിരിച്ചു തരാൻ കഴിയാത്തവന് കൊടുക്കുന്നതിനാണ് ദാനം എന്ന് പറയുന്നത്. ഒരിക്കലും തിരിച്ചു തരാത്തവന് കൊടുക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തിരിച്ചു തരാൻ കഴിവില്ലാത്തവന് കൊടുക്കുന്നതിനാണ് ദാനം എന്ന് പറയുന്നത്.
തിരിച്ചു തരാൻ കഴിവുള്ളവന് കൊടുക്കുന്നതിന് ലോൺ എന്ന് പറയും, അല്ലേ? നമ്മൾ ആർക്കാ കൊടുക്കുന്നേ? നമ്മൾ ആർക്കാ കൊടുക്കുന്നേ? ദരിദ്രന് കൊടുക്കുന്നവൻ ദൈവത്തിന് കടം കൊടുക്കുന്നു എന്നാ സദൃശവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദരിദ്രനായ മനുഷ്യന് കൊടുക്കുന്നത് ദൈവത്തിന് കടം കൊടുക്കുകയാണ്. അപ്പം കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതിനല്ല പറയുന്നത്, ചെലവാക്കിയതിന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെന്റ്. ബിബ്ലിക്കൽ ടെർമിനോളജികൾ ശ്രദ്ധിച്ചേ. ഒരു സന്തോഷവും ഇല്ല ആളുകൾക്ക്. വല്ലപ്പോഴും എങ്കിലും ചിരിക്കുന്ന ആളുകൾക്ക് ഒട്ടും ചിരിക്കാതായി. എന്താ ഇൻവെസ്റ്റ്മെന്റ്? കയ്യിലിരിക്കുന്ന പണമല്ല ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും, വാഹനം ഉണ്ടായിരിക്കും, വീടുണ്ടായിരിക്കും, ധനസമൃദ്ധി ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലോകം നിങ്ങളെ ധനവാൻ എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നാം ചെലവഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നിങ്ങളെ ധനവാനാണോ എന്ന് കാണുന്നത്. അപ്പൊ ദൈവത്തിന്റെ കണ്ണിൽ ധനവാനായിരിക്കണം. സ്തോത്രം. അപ്പോ ധാർമ്മിക മൂല്യങ്ങൾ, മോറൽ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യണം, മോറൽ പ്രിൻസിപ്പിൾ. അപ്പോ നാല് തലക്കെട്ടിലുള്ള പദപ്രയോഗങ്ങളാണ് വേദപുസ്തകത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഭരണത്തോട് ബന്ധപ്പെട്ട പദങ്ങൾ. 2, ഒരു കുടുംബ ബന്ധത്തോട് ബന്ധപ്പെട്ട പദങ്ങൾ. 3, ആരാധനയോട് ബന്ധപ്പെട്ട പദങ്ങൾ. 4, ധാർമ്മികതയോട് ബന്ധപ്പെട്ട പദങ്ങൾ. ഇതാണ് വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പദങ്ങൾ. അപ്പൊ പിതാവ് പുത്രൻ എന്ന പദം എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്? അത് ബ്ലഡ് റിലേഷൻഷിപ്പാണ്. സൃഷ്ടിതാവ് എന്നതിന് തത്തുല്യമായ ഒരു പദപ്രയോഗമാണ് പിതാവ് പുത്രൻ. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു. അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ രക്തത്താൽ നമ്മുടെ നരകം നീങ്ങിപ്പോയിരിക്കുന്നു. അവന്റെ രക്തത്താൽ ഞാൻ ജനിച്ചിരിക്കുന്നു. സ്തോത്രം. അതാണ് ആ വലിയ ബന്ധം, ഇന്റിമസി. ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഒറ്റ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടവരാ നാമും നമ്മുടെ ദൈവവും. നമുക്കൊരു സ്തോത്രം പറയാം. സ്തോത്രം. നമ്മുടെ ആരുടെയും DNA ജകഞ്ഞാൽ അത് ദൈവത്തിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. സ്തോത്രം. നമ്മുടെ DNA ഒന്ന് നോക്കിയാലുണ്ടല്ലോ, അത് ദൈവത്തിലാ ചെന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുക്കുന്ന, നമുക്ക് വിടുതൽ തരുന്ന, നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ആ രക്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഇത് ലോകത്തിന് അറിയാത്തത് കൊണ്ടാണ് വേദപുസ്തകത്തിൽ ദൈവത്തിന് ഭാര്യയില്ലല്ലോ, പിന്നെ എങ്ങനെ മകൻ പുത്രൻ എന്ന പേര് വരുന്നതെന്ന് ചോദിക്കുന്നത്. അത് ആ ബന്ധത്തിൽ വരുന്നതല്ല. ഇത് കൺസാൻജിനിറ്റി, ബ്ലഡ് റിലേഷൻഷിപ്പിൽ വരുന്ന ബന്ധങ്ങൾ, മനുഷ്യനെ മനസ്സിലാക്കുന്ന ആഴമായ ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാനായിട്ടാണ് പിതാവ് പുത്രൻ എന്നുള്ള പേരുകൾ, ടെർമിനോളജികൾ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഈ കാര്യം മറന്നു പോകരുത്. ഉറക്കത്തിൽ ചോദിച്ചാലും ഈ കാര്യങ്ങൾ പറയണം. അവൻ നമുക്ക് പിതാവായിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് പിതാവായിട്ടുണ്ട്, അല്ലേ? പിതാവിനോടാണ് നമുക്ക് എപ്പോഴും കോൺഫിഡൻസ്. ചെറുപ്പകാലങ്ങളിലൊക്കെ വീടിന്റെ മുകള് അടിച്ചു തൂത്ത് വൃത്തിയാക്കാൻ എന്നെ ഈ വീടിന്റെ മുകളിൽ കയറ്റി നിർത്തുമായിരുന്നു. പപ്പ കയറ്റി നിർത്തും. അപ്പൊ ഈ ചൂടുകാലമൊക്കെ വരുമ്പോ, കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം, ചൂടുകാലമൊക്കെ വരുമ്പോ ഈ ഇലയെല്ലാം വീണിട്ട് ഈ ഓടെല്ലാം ഇങ്ങനെ വെള്ളം പോകുന്ന പാത്തിയെല്ലാം അടഞ്ഞു പോകും. അപ്പൊ പപ്പ എന്നെ ഇതിന്റെ മേളിൽ കയറ്റി നിർത്തും. എന്നിട്ട് ചൂലിട്ട് ഈ വീടിന്റെ മുകളിലെല്ലാം ഒന്ന് അടിച്ചിട്ട് വൃത്തിയായിട്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് മൂത്ത ജ്യേഷ്ഠൻ വന്ന് കൈ നീട്ടും, ചാടിക്കോളം പറയും. ഞാൻ ചാടുകയില്ല. അയൽവക്കത്തെ ഒരു അച്ചാനുണ്ട്, അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്ന ഒരാൾ. അദ്ദേഹം വന്നിട്ട് പറയും, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് കൈ നീട്ടി ഇങ്ങനെ പൊക്കിപ്പിടിച്ചു ചാടിക്കോളാൻ പറയും. ഞാൻ ചാടുകയില്ല. ഞാൻ ചാടും താഴോട്ട്. ഈ വീടിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടും. എപ്പോഴാ ചാടുന്നറിയോ? എന്റെ അപ്പൻ വന്ന് താഴെ നിന്നിട്ട് കൈ നീട്ടി പിടിച്ചാൽ ഞാൻ താഴെ ചാടും. പിന്നെ എങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, എടുത്ത് കണ്ണടച്ച് താഴോട്ട് ചാടും. സ്തോത്രം. എന്നാന്നറിയാവോ?
കൈ നീട്ടി പിടിച്ചേച്ച് പിന്നെ കൈ താക്കുകയല്ല. ഞാൻ എപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ചെല്ലുമ്പോൾ അപ്പോൾ വരെയും കൈ നീട്ടി എന്നെ പിടിക്കും. ഞാൻ എങ്ങനെ ചാടിയാലും, തമാശയ്ക്കൊക്കെ ഇങ്ങനെ വളഞ്ഞു കുത്തി ചാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ അപ്പൻ, ഞാൻ താഴെ വീഴാൻ അവൻ എന്നെ അനുവദിച്ചിട്ടില്ല. അവൻ എന്നെ അനുവദിച്ചിട്ടില്ല. എന്റെ കോൺഫിഡൻസ് ആരില്ലാന്നറിയാമോ? എന്നെ ജനിപ്പിച്ച എന്റെ പിതാവിലാണ് എന്റെ കോൺഫിഡൻസ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് സ്നേഹമുണ്ട്, എന്നെ കരുതലുണ്ട്, എനിക്ക് എന്നോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ കോൺഫിഡൻസ് എന്റെ പിതാവിനോട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ദൈവം, നമ്മളെ ദൈവത്തെ അടുത്തറിയണം, തിരിച്ചറിയണം, അനുഭവിച്ചറിയണം, രുചിച്ചറിയണം. സ്തോത്രം. നമ്മുടെ ദൈവം ആരാ? നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവം. നമ്മൾ ഒരിക്കലും കൈവിടാത്ത ദൈവം. സ്തോത്രം. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നിശ്ചയമായും പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവത്തോട് നമുക്കുള്ള കോൺഫിഡൻസ്, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും അവൻ മറുപടി തരും. സ്തോത്രം. നിശ്ചയമായും മറുപടി തരും. അത് ആ കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ എന്റെ ദൈവത്തോടാണ് കാര്യം പറഞ്ഞത്. സ്തോത്രം. അയൽവാസിയോടോ മറ്റാരോടും അല്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ പിതാവിനോടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിശ്ചയമായും മറുപടി കിട്ടിയിരിക്കും. സ്തോത്രം. അല്പം ഭാരമുള്ളതാണെങ്കിലും കിട്ടിയിരിക്കും. സ്തോത്രം. എനിക്ക് എന്റെ പിതാവ് മരിച്ചിട്ട് 3-4 വർഷമായി. അതുകൊണ്ട് എന്റെ കാര്യമൊക്കെ ജ്യേഷ്ഠനോടാ പറയുന്നത്. അപ്പൊ ഈ 1 വർഷമൊക്കെ കാത്തിരുന്നിട്ട് ഈ ജ്യേഷ്ഠനോട് ഞാൻ ഓരോ കാര്യം പറഞ്ഞു. ഞാൻ ഇന്നാളൊരു കാര്യം പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, ഞാനതങ്ങ് മറന്നുപോയല്ലോ എന്ന് പറയും. നീ പിന്നെ എന്നെ ഓർപ്പിച്ചില്ലല്ലോ, ഞാനങ്ങ് മറന്നുപോയല്ലോ. പക്ഷേ എന്റെ പിതാവിനോട് ഞാനൊരു കാര്യം പറയുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അന്ന് തൊട്ട് അദ്ദേഹം ആ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വില്ലേജിൽ ഓഫീസിൽ പോണോ, അല്ലെ പഞ്ചായത്തിൽ പോണോ, അല്ലെ അതിനുവേണ്ടി കാണേണ്ട ആളുകളോട് പിറ്റേ ദിവസം അതിന്റെ മുകളിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറക്കുകയില്ല. അതിന്റെ മറുപടി കിട്ടുന്നത് വരെയും അദ്ദേഹം ആ കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഓർമ്മയിലുണ്ട്. സ്തോത്രം. ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. ഹി ഈസ് വർക്കിംഗ് ഓൺ അവർ പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ അവൻ കാര്യങ്ങൾ കരുക്കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പരാജയങ്ങളിൽ അവൻ മറഞ്ഞു നിൽക്കുകയാണ്. ഇല്ല എന്നല്ല, അവൻ നമ്മുടെ പരാജയങ്ങളിൽ അവന്റെ സാന്നിധ്യമുണ്ട്. നാം കാണാതെ അവൻ മറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. എപ്പോഴും യേശുക്രിസ്തു ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റുകൾ അടിച്ച് പടക് മുങ്ങുമാറായി യേശു പടകിൽ കിടന്നുറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ യേശുക്രിസ്തു പടകിൽ നനഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നെന്ന്? ഈ വെള്ളമെല്ലാം പടകിലോട്ട് കയറിയിട്ട് യേശുക്രിസ്തു നനഞ്ഞു കിടന്ന് ഉറങ്ങുകയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സബ്ജക്റ്റ്? സ്തോത്രം. നമ്മുടെ ആപൽഘട്ടങ്ങളിൽ യേശു ശ്രദ്ധിച്ച്, നമ്മുടെ പരാജയങ്ങളിൽ കർത്താവ് ശ്രദ്ധിക്കുകയാണ്, എന്നെ വിളിക്കുന്നുണ്ടോ എന്നറിയാൻ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ പടകിൽ അവനുണ്ട്, പടകിൽ അവന്റെ സാന്നിധ്യമുണ്ട്. അപ്പോ ആ കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. അതാണ് ഒലിഗോ പിസ്റ്റോസ് എന്ന വാക്ക് ഇന്ന് ഡോക്ടർ പറഞ്ഞു. ഒലിഗോ പിസ്റ്റോസ്, അത് ഞാൻ ചാറ്റിൽ എഴുതാം. അതിന്റെ ആ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. ഒലിഗോ പിസ്റ്റോസ്. ഇത് വേദപുസ്തകത്തിൽ 4 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ലിറ്റിൽ ഫെയ്ത്ത് എന്നാണ് അത് എഴുതിയിരിക്കുന്നത്, ലിറ്റിൽ ഫെയ്ത്ത്. പക്ഷെ അതിന്റെ ശരിക്കുള്ള തർജ്ജമ ഗ്രീക്കിൽ അത് ഫെമിനൈൻ നൗൺ ആണ്. ഗ്രാമർ പഠിക്കുന്നവർക്ക് വേണ്ടി പറയാണ്. അത് സ്ത്രീലിംഗത്തിൽ കർമ്മമായിട്ട് വരുന്ന ഒരു പദമാണ്.
സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? ഒലിഗോസ് പിസ്റ്റോസ്, രണ്ട് പദങ്ങളാണത്. ഇതിന്റെ തർജ്ജമ പറഞ്ഞ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നാണ് അത് വരുന്നത്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. 4 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 4 വാക്യങ്ങൾ. അവിടെ എല്ലാം ലിറ്റിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസക്കുറവിനെ ചൂണ്ടിക്കാണിക്കാനാണ് ആ പദം ഉപയോഗിക്കുന്നത്. വിശ്വാസക്കുറവിനെ ചൂണ്ടിക്കാണിക്കാൻ. പക്ഷെ അപ്പോൾ തന്നെ ആ വാക്കിന്റെ, ഗ്രീക്കിലുള്ള ഈ വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നാണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് യമുനാഹ് എന്ന് പറയും. എബ്രായ ഭാഷയിൽ യമുനാഹ്, MUNAH, യമുനാഹ്. ഞാൻ ഈ സ്ക്രീനിൽ തന്നെ അത് എഴുതാം. കാണാൻ കഴിയുന്നു വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസത്തിന്റെ എബ്രായ വാക്ക്, യമുനാഹ്. അല്പം നീട്ടി പറയണം, യമുനാഹ്. യമുനാഹ് എന്ന് പറഞ്ഞാൽ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പരിഭാഷ എബ്രായ ലേഖനം 11:1 എഴുതിയിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. പക്ഷെ എബ്രായ ഭാഷയിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ, യമുനാഹ് എന്ന് പറഞ്ഞാൽ ഹൗ യുവർ ബോഡി ഈസ് ആക്ടിങ് അക്കോർഡിംഗ് ടു ദ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് യമുനാഹ്. ഹൗ യുവർ ബോഡി ഈസ് ആക്ടിങ് അക്കോർഡിംഗ് ടു ദ നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾക്കുള്ള ദൈവവചനത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് വിശ്വാസം. നാം എങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു, അതാണ് വിശ്വാസം. മനസ്സിലായോ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, ഒരു സന്ദേശം കേട്ട് കഴിഞ്ഞിട്ട്, ദൈവവചനം കേട്ട് കഴിഞ്ഞിട്ട്, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതാണ് വിശ്വാസം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്, അതാണ് വിശ്വാസം. നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ പ്രതികരണം നെഗറ്റീവാ, അല്ലേ? നമുക്ക് വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്, പക്ഷെ പ്രതികരിക്കുന്നത് നെഗറ്റീവാണ്. അത് പാടില്ല. മഴയില്ലാത്ത കാലത്ത്, ചൂട് കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീടിന് പുറത്തു പോകുമ്പോൾ ഒരു കുടയും കൂടെ കൊണ്ടുപോകണം. അതാ വിശ്വാസം. സ്തോത്രം. എബ്രായ ബാലന്മാരോട് പറഞ്ഞു, നിങ്ങളെ തീച്ചുള ഇടാൻ പോവുക. അപ്പൊ അവരോട് ചോദിച്ചു, എന്താ പ്രതികരണം? അപ്പൊ അവര് പറഞ്ഞു, ദൈവം ഞങ്ങളെ വിടുവിക്കും, ദൈവം ഞങ്ങളെ വിടുവിക്കും. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഒരു കാര്യവും കൂടെ പറഞ്ഞു, അതാ ഇമ്പോർട്ടന്റ്. ഇനി വിടുവിച്ചില്ലേലും ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഉണ്ടോ? ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങളില്ല. ദാറ്റ് ഈസ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. യമുനാ. ഹല്ലേലൂയ. അതാണ് വിശ്വാസം എന്ന വാക്കിന്റെ പരിഭാഷ. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, ഈ ആത്മീകനെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം. ആത്മീകനെ തിരിച്ചറിയുന്നത് പ്രതികരണത്തിലാണ്. പ്രാർത്ഥനയിലല്ല, ആരാധനയിലല്ല, അന്യഭാഷയിലല്ല. ആത്മീകനെ തിരിച്ചറിയുന്നത് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അതനുസരിച്ചാണ് ആത്മീകനെ തിരിച്ചറിയുന്നത്, അല്ലേ? നമ്മൾ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് ആത്മീകമായിട്ടായിരിക്കണം. അപ്പോഴാണ് ഒരു വിശ്വാസിയാകുന്നത്. ഓക്കെ, ഞാൻ ആ സബ്ജക്റ്റിൽ നിന്ന് വേഗം എൻ്റെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. അപ്പൊ നിശ്ചയമായും പ്രാർത്ഥന കർത്താവ് കേൾക്കും. എന്തുകൊണ്ട്? കൺസാൻജിനിറ്റി, ബ്ലഡ് റിലേഷൻഷിപ്പ് ദൈവമായിട്ട്. ദൈവത്തിന് അത് നിരാകരിക്കാൻ കഴിയില്ല. ദൈവത്തിന് ആ വിഷയത്തിന് മറുപടി തരാതിരിക്കാൻ കഴിയില്ല. നാം മക്കളാണ്, അവകാശികളാണ്, ആ മറുപടി അർഹിക്കുന്ന യോഗ്യന്മാരാണ്, തൻ്റെ രക്തത്തിൽ ജനിച്ചവരാണ്. സർവശക്തനായ ദൈവത്തിന് അതിന് മറുപടി തരാതിരിക്കാൻ കഴിയില്ല. അതാണ്
പിതാവ് പുത്രൻ എന്ന ബന്ധം പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നതിന്റെ കാര്യം. സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. മറക്കരുത്, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥനയിലേക്ക് ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് മരുഭൂമിയിൽ വന്നപ്പോൾ നടന്ന ആദ്യത്തെ യുദ്ധം രഫീദീമിൽ വെച്ചാണ്. പുറപ്പാട് ദിവസം 17-ാം അധ്യായം. അവിടെ മോശ പർവ്വതത്തിലേക്ക് പോകുന്നു. അമാലേക്കിനോട് യുദ്ധം ഉണ്ടാകുമ്പോൾ രഫീദീമിൽ വെച്ച് മോശ പർവ്വതത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള യുദ്ധ നിയമം, വാർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, മോശ കൈ ഉയർത്തി നീക്കുക. കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താത്തിടുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെടും. അപ്പോൾ മോശ പർവ്വതത്തിൽ കയറി കൈ ഉയർത്തി നിന്നു. അതിന് പ്രാർത്ഥനയോടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്, അല്ലേ? ഇവിടെ എല്ലാം മോശ കൈ ഉയർത്തിയിട്ടുണ്ടോ, കൈ നീട്ടിയിട്ടുണ്ടോ, അതെല്ലാം പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത്. ചെങ്കടലിന്റെ തീരത്ത് വെച്ച് മോശ കൈ നീട്ടി. വീണ്ടും ഞാൻ പറയാം, ഒരു തെറ്റ് നമ്മൾ പറയാറുണ്ട്, വടി നീട്ടിയെന്ന് എല്ലാവരും പറയുന്നു. അല്ലല്ല, വടി നീട്ടിയെന്നല്ല, കൈ നീട്ടി. ഞാനിത് പലപ്പോഴും ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും 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 പറയുക, പിന്നെയും തെറ്റരുത്. ഈ കഴിഞ്ഞ ദിവസവും ഞാനൊരു ഓൺലൈൻ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അതിനകത്ത് മോശ വടി നീട്ടി എന്ന് പറയുന്നു. വടി നീട്ടി വടി നീട്ടി വടി നീട്ടി തന്നെ പറഞ്ഞു പോകുന്ന കേട്ടു. അവിടെ എബ്രായ ഭാഷയിലുള്ള വാക്കിന്റെ വ്യത്യാസം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വടി നീട്ടി എന്ന് പറയുന്നത്. സെറോറ എന്നൊരു പദം അവിടെ എഴുതിയിരിക്കുന്നത്. സെറോറ, സെറോറ എന്ന് പറഞ്ഞാൽ ഭുജം എന്നർത്ഥം. ഭുജം, കൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആ വാക്ക് 14-ാം അധ്യായം എടുത്ത് മിനിസ്റ്റർ 14-ാം അധ്യായത്തില്, പുറപ്പാട് ദിവസം 14-ാം അധ്യായം ഒന്ന് വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ വായിക്കണം. ഒന്ന്, 16-ാമത്തെ വാക്യം, പിന്നെ 21-ാമത്തെ വാക്യം, 27-ാം വാക്യം. 16-ാമത്തെ വാക്യം വായിക്കാം. 16-ാം വാക്യം. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. വടി എടുത്ത്, അടുത്ത വാക്ക് എല്ലാവരും ചേർത്ത് വായിച്ച് പറഞ്ഞേ, നിന്റെ കൈ കടലിന്മേൽ നീട്ടി. ഓക്കെ, ഇനി 21. മോശ കടലിന്മേൽ കൈ നീട്ടി. മോശ കടലിന്മേൽ കൈ നീട്ടി. ഇനി 27. മോശ കടലിന്മേൽ കൈ നീട്ടി. കണ്ടോ, മതി മതി. ഈ ഒരധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം ഈ വാക്ക് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും കൈ വടി നീട്ടിയെന്ന് നമ്മൾ പറയുന്നത്. വടിയല്ല, കയ്യിൽ വടി കാണും, പക്ഷെ ഇമ്പോർട്ടൻസ് കൈക്കാണ്. എന്താണ് കൈക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഇറ്റ് ഈസ് സെറോറ. സെറോറ ഞാനിവിടെ താഴെ ഇതിൽ എഴുതാം. എവിടെയെങ്കിലും ഒരു എബ്രായ വാക്കിന് അവസാനം റാഹ് എന്നൊരു വാക്ക് വരികയാണെങ്കിൽ അത് ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. റാഹ്, സെറോറാഹ്. എന്തുകൊണ്ട് ആ പദം അങ്ങനെ വരാനുള്ള കാര്യമെന്ന് യെശയ്യാപ്രവാചന പുസ്തകം 63-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാപ്രവാചന പുസ്തകം 63-ാം അധ്യായം ഒന്ന് വായിച്ച് 63-ന്റെ 12. 63-ന്റെ 12 ഒന്ന് വായിച്ച്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈയാൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നിയമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴികളിൽ കൂടി നടത്തുകയും ചെയ്തവല്ലേ. തിരുത്തലുണ്ട് ആ വാക്യത്തിലെ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ, അല്ലേ? വലം കയ്യാൽ എന്നല്ല, വലം കൈക്കൽ. കണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ, തന്റെ മഹത്വമുള്ള ഭുജം ഏതാ? ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. പിടി കിട്ടിയ? അപ്പൊ 2 കൈ ഒന്നിക്കുക. മോശ കൈ നീട്ടുമ്പോൾ, മോശ കൈ ഉയർത്തുമ്പോൾ ദൈവം തന്റെ മഹത്വമുള്ള ഭുജം ആ കയ്യിൽ കയറി പിടിക്കുക.
ഇതാ പ്രാർത്ഥനയുടെ സവിശേഷത. ഇതാണ് പ്രാർത്ഥനയുടെ സവിശേഷത. മറന്നുപോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പുരുഷന്മാർ കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ബലഹീനമായ കൈ ഒരു പ്രശ്നത്തിന് മുൻപിൽ നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുന്നത് സർവശക്തനായ ദൈവമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മുങ്ങുവാൻ തുടങ്ങുന്ന പത്രോസിനെ കൈനീട്ടി യേശു പിടിക്കുക. കൈനീട്ടി യേശു പിടിക്കുക. ഹല്ലേലൂയ. നമ്മൾ മുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പത്രോസിന്റെ കയ്യെ കയറി പിടിക്കേണ്ട ഒരാവശ്യമില്ല കർത്താവിന്. കാരണം അദ്ദേഹം ഒരു മുക്കുവനല്ലേ. അദ്ദേഹം ഒരു മുക്കുവനാ. നീന്തി കരയ്ക്ക് കയറിക്കോളൂ. കൈ നീട്ടി പിടിക്കേണ്ട ഒരു കാര്യമില്ല. എങ്കിലും നമ്മുടെ കർത്താവ് കൈനീട്ടി മുങ്ങുവാൻ തുടങ്ങുന്ന പത്രോസിന്റെ കൈക്ക് കയറി പിടിക്കുക. അപ്പം കൈ ഉയർത്തുന്നതിന്റെ അതിന്റെ റൂട്ട് വേടാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥനയ്ക്കകത്ത് കൈ ഉയർത്തണം. ഞാൻ പോസ്റ്റേഴ്സ് ഓഫ് പ്രെയർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കകത്തെ ഭാവങ്ങൾ. പ്രാർത്ഥനയ്ക്കകത്തെ ഒരു ഭാവമാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, കൈ നീട്ടി പ്രാർത്ഥിക്കുക, അല്ലേ? ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാവമാണ്. ആ നോട്ടെടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. മോശ കൈ ഉയർത്തിയ പല സന്ദർഭങ്ങളുണ്ടാവും. ഒന്ന്, രഫീദീമിൽ വെച്ച് അമാലേക്കിനോട് യുദ്ധമുണ്ടായപ്പോൾ മോശ എന്ത് ചെയ്തു? കൈ ഉയർത്തി. സംഭവിക്കുന്ന എന്താണ്? മോശ കൈ ഉയർത്തുമ്പോൾ ദൈവം തന്റെ കൈയ്യ് മോശയുടെ കയ്യിൽ പിടിക്കുക. ചെങ്കടലിലെ തീരത്ത് വെച്ച് മോശ കൈ നീട്ടുമ്പോൾ ദൈവം തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ കയ്യിൽ പിടിക്കുന്നു. അപ്പോ അവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ഞാനത് പറയാനായിട്ടാണ് ആ വാക്യം എടുത്തത്. ഇടത്തും വലത്തും രണ്ടുപേരും സഹായിച്ചു, അഹരോനും ഹൂരും. അഹരോന്റെയും ഹൂരിന്റെയും കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. അഹരോന്റെയും ഹൂരിന്റെയും കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിച്ചു. പുറപ്പാട് പുസ്തകം 30:30 വായിക്കുമ്പോൾ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം എന്ന് ദൈവം മോശയോട് പറഞ്ഞു. ലേവ്യർ അവർക്ക് സഹായമായിരിക്കും. പക്ഷേ അഹരോന്റെ പുത്രന്മാരെ പൗരോഹിത്യ വേലയ്ക്ക് വേണ്ടി ദൈവം ശുദ്ധീകരിച്ചു, വേർതിരിച്ചു. ഇസ്രായേലിൽ ഏറ്റവും വലിയ പദവിയാണ് ദൈവം അവർക്ക് കൊടുത്തത്. ഏറ്റവും വലിയ പദവി. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ്. ഇന്നും യഹൂദ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിലെ മാതാവിന്റെ ആഗ്രഹം ഇവൻ യഹോവയ്ക്ക് പുരോഹിതനായിരിക്കണം എന്നാണ്. ഇവൻ യഹോവയ്ക്ക് പുരോഹിതനായിരിക്കണം. അതാണ് ലേവ്യ പുസ്തകം. വേദപുസ്തകത്തിലെ സെന്റർ ബുക്ക് എന്ന് പറയുന്ന ലേവ്യ പുസ്തകമാണ്. ആ സെന്റർ ബുക്കിന്റെ പേര് ഹീ കോൾഡ് എന്നാണ് അതിന്റെ എബ്രായ വാക്ക്. ഹീ കോൾഡ്. ദൈവം അവനെ വിളിച്ചു. ദൈവം ഇവനെയും വിളിക്കട്ടെ. ഒരു യഹൂദ ബാലൻ ജനിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവൻ ദൈവത്തിന് പുരോഹിതനായിരിക്കണം എന്നാണ്. അപ്പോ അഹരോന്റെ കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിച്ചു. ഊരിന്റെ കൊച്ചുമക്കളെ ദൈവം അനുഗ്രഹിച്ചു. പുറപ്പാട് 31:2 അല്ലെ? പുറപ്പാട് 31:2 ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ ആർക്കിടെക്ട് സമാഗമന കൂടാരത്തിന്റെ ആദ്യത്തെ ആർക്കിടെക്ട് ബെസലേല. ആർക്കിടെക്ട് ജ്ഞാനാത്മാവിനാൽ ദൈവം ബുദ്ധിയും ജ്ഞാനവും അറിവും സാമർഥ്യവും കൊണ്ട് നിറച്ചു. അങ്ങനെ സമാഗമന കൂടാരത്തിന്റെ കൗശലപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കി ചെയ്യുവാൻ ദൈവം
ബെസലേലിനെ പേര് ചൊല്ലി വിളിച്ചു. അത് ഹൂറിന്റെ കൊച്ചുമകനാ. അപ്പൊ മോശയുടെ ഇടത്തും വലത്തും നിന്ന ആളുകളെ ദൈവം അനുഗ്രഹിച്ചു. പ്രാർത്ഥന ചെറിയ കാര്യമല്ല. ഇന്ന് പ്രാർത്ഥിച്ചേ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. അവരൊക്കെ പ്രസിദ്ധന്മാരായി മാറും. ഹല്ലേലൂയ. അവരൊക്കെ ദൈവത്താൽ ഉയർത്തപ്പെടും. അവർ ദൈവം തന്റെ ദിവ്യാത്മാവിനാൽ അവരെ നിറയ്ക്കും. ജ്ഞാനാത്മാവിനാൽ ദൈവം അവരെ നിറയ്ക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. ഹല്ലേലൂയ. എത്രയോ വാക്യങ്ങളുണ്ടെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. അപ്പം പ്രാർത്ഥിക്കുന്നവരുടെ പക്കൽ ആ മറുപടി ഉള്ളത്. രാജ്യത്തിന്റെ പക്കൽ മറുപടിയില്ല, രാജാവിന്റെ പക്കൽ മറുപടിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവരുടെ പക്കൽ മറുപടി ഉണ്ടാകും. പഴയ നിയമത്തിലെ ആദ്യത്തെ കാന്നിബലിസം കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ കാന്നിബലിസം, ഹ്യൂമൻ ഫ്ലഷ് ഈറ്റിംഗ്, നരഭോജിത്വം. ആദ്യമായി കാന്നിബലിസം അല്ലെങ്കിൽ നരഭോജിത്വം, മനുഷ്യ മാംസം ഭക്ഷിച്ച ഒരു സംഭവം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം അതിന്റെ കോണ്ടസ്റ്റ് പറയാനായിട്ടാണ് ഞാനത് അത്രയും സീരിയസ് ആയിട്ട് ആ കാര്യം പറയുന്നത്. ആദ്യമായി നരഭോജിത്വം, സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുക. അപ്പൊ 2 സ്ത്രീകൾ വന്ന് ബെൻഹദദ് എന്ന് പറയുന്ന രാജാവിന്റെ അടുത്ത് ഈ കംപ്ലൈന്റ് പറഞ്ഞു. രാജാവേ, ഇന്ന് എൻ്റെ മകനെ തിന്നാൻ അവള് പറഞ്ഞു, ഞാൻ ഇന്ന് എൻ്റെ മകനെ പുഴുങ്ങി തിന്നു. പിറ്റേ ദിവസം അവളുടെ മകനെ പുഴുങ്ങി തിന്നാൻ ചെന്നപ്പോൾ അവള് സമ്മതിക്കുന്നില്ല. കാനിബലിസം എത്ര ഭീകരമായ അവസ്ഥയാന്ന് നോക്കിയ. രാജ്യത്തിന്റെ അധപ്പതനം ശ്രദ്ധിച്ചേ. ഭക്ഷിപ്പാനൊന്നുമില്ല. ആ കാനിബലിസം, മനുഷ്യമാംസം ഭക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക്, തമ്മിൽ തിന്നുന്ന സ്ഥിതിയിലേക്ക് രാജ്യം മാറിയപ്പോൾ ഈ രാജാവ് വിവസ്ത്രനായി രട്ടുടുത്ത് ദൈവസേനയിൽ നിലവിളിച്ചിട്ട് ആത്മഹത്യയുടെ വക്കിൽ ആ മനുഷ്യനെത്തി. ഇനി ഞാൻ യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന്? 2 രാജാക്കന്മാർ 6:33. 2 രാജാക്കന്മാർ 6:33. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവന്റെ അടുക്കലെത്തി, ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു, ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു. ഉണ്ടോ? ഒരു ആത്മഹത്യാക്കുറിപ്പ്, ഒരു രാജാവിന്റെ ആത്മഹത്യാക്കുറിപ്പാണ്. വൈ ഐ എം വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന്? ഉടനെ പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ അവിടെ ആക്ട് ചെയ്യുക. അടുത്ത അധ്യായം 7-ാം അധ്യായം 1-ാം വാക്യത്തില് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ ഈ ഭരിക്കുന്ന രാജാവ് ആത്മഹത്യയുടെയും ചതഞ്ഞ ചാബല്യത്തിന്റെയും വാക്കുകൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ പറഞ്ഞത്, അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ഷേക്കേലിന് 1 സെയാ ഗോതമ്പുമാവും ഷേക്കേലിന് 2 സെയാ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. 24 മണിക്കൂർ എനിക്കിതാ, 24 hours. നാളെ ഈ നേരത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ ഹിസ്റ്ററി അപ്സൈഡ് ഡൗൺ ആവുമെന്ന് ആ മനുഷ്യൻ പ്രവചിക്കുന്ന പ്രവാചക വരേണ്യനായ പ്രാർത്ഥനാ മനുഷ്യൻ പറയുക. ശ്രദ്ധിച്ചേ, ഒരു രാജ്യത്തിന്റെ പ്രശ്നത്തിന് രാജാവിന്റെ പക്കൽ ഉത്തരമില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ പക്കൽ ഉത്തരമുണ്ടാകും. സ്തോത്രം. അത്ര കരുത്തുറ്റതാണ് പ്രാർത്ഥന. എങ്ങനെ സംഭവിക്കും അറിയത്തില്ല, എങ്ങനെ നടക്കും അറിയത്തില്ല. പക്ഷെ പ്രവാചകൻ പറയുക, നാളെ ഈ നേരത്തെ 1 ഷെക്കേൽ, അത് യഹൂദന്മാരുടെ കറൻസിയാ ഷെക്കേൽ. ഇന്നും അവരുടെ കറൻസി ഷെക്കേല. 22 രൂപ വിലയുണ്ട് ഇന്ന്. 1 ഷെക്കേലിന് 22 രൂപ വിലയുണ്ട്. ഈ പ്രവാചകൻ പറയുമ്പോൾ അതിന് വളരെ വലിയ വിലയൊന്നും ഇല്ല. ഒരു വില ഇന്ന് 22 രൂപയെ വിലയുള്ളൂ. അപ്പൊ ഈ 4000-3000 വർഷം മുമ്പത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് അന്ന് ഷെക്കേൽ എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ ഒരു നാണയം പോലെ ഉള്ളൂ അന്ന്. പ്രവാചകൻ പറയാ, 1 ഷെക്കേൽ, യഹോവയുടെ അരുളപ്പാടുകൾ, 1 ഷെക്കേലിന് 1 സെയാ ഗോതമ്പുമാവും 1 ഷെക്കേലിന് 2 സെയാ യവവും വിൽക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളിൽ കണ്ടെന്നു വരികയല്ല.
നമുക്ക് നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരം നമ്മുടെ കണ്ണിൽ കണ്ടെന്ന് വരികയില്ല. സാഹചര്യങ്ങൾ അങ്ങനെ കണ്ടെന്ന് വരികയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അനുകൂലമായി ഒരു സാഹചര്യവും ഉണ്ടാകണമെന്നില്ല. അത് നമ്മുടെ ഇപ്പോഴത്തെ രാജ്യമാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ സഭയാണെങ്കിലും നമുക്കിതൊന്നും കണ്ണിൽ കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെന്ന് വരികയില്ല. പക്ഷെ ഒന്ന് പറഞ്ഞേ, ഇറ്റ് ക്രിയേറ്റ് വാട്ട് ഐ സ്പീക്ക്. ഇറ്റ് വിൽ ക്രിയേറ്റ് വാട്ട് ഐ സ്പീക്ക്. ഞാൻ പറയുന്നത് സംഭവിക്കും. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഖബാറ, ഞാൻ പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. പ്രവാചകൻ പറയുകയാണ്, നാളെ ഈ നേരത്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്ഥിതി മാറും. അങ്ങനെ തന്നെ സംഭവിച്ചു. സംശയം പറഞ്ഞവൻ അവിടെ പെടുമരണം നടന്നു, ചവിട്ടിക്കൊന്നു അവനെ. പക്ഷെ വിശ്വസിച്ചവനെ ദൈവം അനുഗ്രഹിച്ചു. ആ സംഭവം വായിക്കണം കേട്ടോ. വിശ്വസിച്ചവനെ ദൈവം അനുഗ്രഹിച്ചു. വിശ്വസിക്കുന്നവർക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്ഥിതിഗതികൾ മാറും, അവസ്ഥകൾ മാറും. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കൂടെ നമ്മൾ കാണണം. സ്തോത്രം. നമ്മുടെ കണ്ണുകളിൽ കൂടെയല്ല, ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങളെ കാണണം. നമ്മൾ നമ്മുടെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് നിരാശ ഉണ്ടാകുന്നത്. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ നാളുകളെ കാണണം. ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ കാര്യങ്ങളെ കാണണം. ഒരു ബൈനോക്കുലർ കിട്ടിയാൽ നമ്മൾ കാലയിലോട്ട് നോക്കുവോ? അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ കിട്ടിയെന്നിരിക്കട്ടെ, അതിശക്തമായ ഒരു ബൈനോക്കുലർ. നിങ്ങൾ അതെടുത്തിട്ട് കാലയിലോട്ട് നോക്കൂ. എൻ്റെ കാലെങ്ങനെ ഇരിക്കുന്നു, എൻ്റെ നഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ നോക്കുവോ? നോക്കത്തില്ല. പിന്നെ അങ്ങോട്ട് നോക്കും, ആകാശത്തിലോട്ട് നോക്കും, നക്ഷത്രം എങ്ങനെ ഇരിക്കുന്നു. വിശുദ്ധ തിരുവഴുത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബൈനോക്കുലറാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നാളുകളെ കാണാൻ തന്നിരിക്കുന്ന ബൈനോക്കുലറാണ് വിശുദ്ധ തിരുവഴുത്ത്. അത് വെച്ചിട്ട് വർത്തമാനകാലത്തെ കാണരുത്. നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ദേശത്തിന്റെ നാളുകളെ കാണാൻ ദൈവം തന്നിരിക്കുന്നതാണ് വിശുദ്ധ തിരുവഴുത്ത്. സ്തോത്രം, സ്തോത്രം. അപ്പൊ പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ പക്കൽ ദൈവം മറുപടി തരും. പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ ഈ ആലയങ്ങളൊക്കെ സിനഗോഗ് എന്നാണ് വിളിച്ചിരുന്നത്, സിനഗോഗ്. പക്ഷെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറയാ സിനഗോഗ് അല്ല, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഓക്കെ, പ്രാർത്ഥനയുടെ ടൈം മാറിയത് കണ്ടോ? പഴയ നിയമത്തിൽ സിനഗോഗായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരും ദൈവജനം ആസ്വദിക്കുന്നവരും മെഡിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൂടി വരുന്ന ഒരു സ്ഥലമെന്നേ ആ സിനഗോഗ് എന്ന വാക്കിന് അർത്ഥമുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എത്രമാത്രമാണെന്ന് അറിയണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് കർത്താവ് പറയുക, ഇത് സിനഗോഗല്ല, എൻ്റെ ആലയം. പറഞ്ഞേ, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 11:17 കർത്താവ് അത് പറഞ്ഞത്. ഒന്ന് വായിച്ചേ. 11:17. മർക്കോസ് 11:17. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് എവിടെ എഴുതിയിരിക്കുന്നേ? അത് യെശയ്യാവ് 56:7 എഴുതിയിരിക്കുന്നു. യെശയ്യാവ് 56:7 പ്രവചനാത്മകമായി പ്രവാചക വരേണ്യനായ യെശയ്യാവ് പറഞ്ഞ കാര്യമാണ്. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. അപ്പൊ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്നുള്ള പഴയ നിയമ പ്രവചനം നിവർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എസ്രായുടെ പുസ്തകത്തിൽ അത് ഹൗസ് ഓഫ് ദ ലോർഡ് എന്ന് എഴുതിയിട്ടുള്ളൂ. അവിടെ അതാ ടേം സിനഗോഗ്. എസ്രായുടെ പുസ്തകം 5:2 അവിടെ എഴുതിയിരിക്കുന്നത് ഈ സെരുബ്ബാബേലും യോസാസാക്കിന്റെ മകൻ യോശുവായും എഴുന്നേറ്റ് യെരൂശലേമിലെ ദൈവാലയം പണിവാൻ തുടങ്ങി.
ദൈവാലയം പണിയുവാൻ തുടങ്ങി. അവിടെ ആ ടെർമിനോളജി ആദ്യം വരുന്നത് ഹൗസ് ഓഫ് ഗോഡ് എന്ന് ഉള്ളൂ. അതിന്റെ വാക്കാ സിനഗോഗ്. പക്ഷെ എസ്രായുടെ പുസ്തകത്തിൽ ദൈവാലയം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ വന്നപ്പം പറയുകയാണ് അത് മാറും, ആ വാക്ക് മാറും. ആ വാക്ക് മാറി പുതിയ നിയമത്തിൽ കർത്താവ് അതിന് ടൈറ്റിൽ കൊടുത്തു, ആരാധനാലയങ്ങൾക്ക് പ്രയർ ഹൗസ്, ഹൗസ് ഓഫ് പ്രയർ. ഹൗസ് ഓഫ് ഗോഡ് എങ്ങനെ മാറി? ഹൗസ് ഓഫ് പ്രയർ. കാരണം പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസും ഇമ്പാക്റ്റും ഉണ്ട്, അത്ര ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വലിയ ആഴമായ അർത്ഥവും ആഴമായ പ്രതികരണവുമാണ് സ്വർഗത്തിൽ നിന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ഹല്ലേലൂയ. അപ്പോസ്തലർ രാത്രികാലേ, ബാക്കിയെന്ന് പറഞ്ഞേ, അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ച പാട്ട് ആരാധിച്ചപ്പോൾ എന്ന്. പാട്ട് ആരാധിച്ചപ്പോൾ. ആ വാക്യം ഒന്ന് പറഞ്ഞേ. പ്രാർത്ഥിച്ചു, പാട്ടുപാടി. ആണ്ടേ ഓമന സിസ്റ്റർ തിരുത്തി പറഞ്ഞാൻ തുടങ്ങി. പ്രവൃത്തി ദിവസം 16:23, 16:25. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 verse 25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കണ്ടോ, പാട്ടും നമ്മൾ ഈ പാടുന്ന പാട്ടും വേദപുസ്തകത്തിലെ വാക്യവും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്നറിയോ? അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി. അപ്പോസ്തലന്മാർ രാത്രിയില് പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു.